സെക്കൻഡ് ട്രൈമസ്റ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിന് ശേഷമുള്ളത് പിന്നെ ഞങ്ങൾ തേർഡ് ട്രൈമസ്റ്റർ ആണ്. അപ്പോൾ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ 8-ാം മാസം 7, 8, 9. അപ്പോൾ ഞങ്ങൾ 8-ാം മാസം 7-ാം മാസത്തെ ചടങ്ങെന്ന് പറയുന്നത് 7 കംപ്ലീറ്റ് ആവുന്ന ടൈമിലായിരുന്നു. അതായത് 7 തുടങ്ങിയപ്പോൾ അല്ലായിരുന്നു, 7 കംപ്ലീറ്റ് ആയി. പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ 8 സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ 7-ാം മാസത്തിൽ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ 7 മാസം വരെയും അവിടെ തന്നെയായിരുന്നു. അപ്പം 7-ാം മാസത്തിൽ എന്ത് പറഞ്ഞു എനിക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. 7-ാം മാസം സാധാരണ രീതിയിൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ലതുപോലെ കുറച്ചുകൂടെ നല്ലതായിട്ട് വയറ് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല വയറ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, വയറുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും നമുക്ക് സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തൂക്കുമ്പോൾ അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇങ്ങനെ വയറ് തട്ടുക എന്നുള്ളത് എൻ്റെ നിഘണ്ടുവിലില്ലായിരുന്നു. എനിക്ക് അങ്ങനെ വയറ് കുഞ്ഞു വയറായിരുന്നുകൊണ്ട് എനിക്ക് വയറ് തട്ടുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളിവിടെ വന്നതിന് ശേഷം പിന്നെ നടക്കാൻ എക്സസൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നടക്കാൻ പോകുമായിരുന്നു രാവിലെ സ്ഥിരമായിട്ട്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇവള് കുറച്ച് നടത്തം കുറവായിരുന്നു, വെയിൽ കൊള്ളുന്നത് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്തായാലും വെയിൽ കൊള്ളണം, നടക്കണമെന്ന്. പക്ഷേ ആരുടെ ഇതുകൊണ്ടാണെന്ന് അറിയില്ല, 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങി. 3 ആഴ്ച നമ്മൾ നടക്കാൻ പോയി. അത് കഴിഞ്ഞപ്പം മഴ പെയ്തു. രാവിലെ മഴ കാണൂല, എങ്കിലും അച്ഛനും അമ്മമ്മയ്ക്കും അച്ഛമ്മയ്ക്കും ഒക്കെ ഭയങ്കര പേടി. നടക്കാം, ഞങ്ങൾ 2 കൂടെ വേണം. അപ്പം നടക്കാൻ പോകുമ്പോൾ ചറുക്ക് വീണാലോ എന്നുള്ള പേടി ഞങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വീടിന് ഫ്രണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു 3 ആഴ്ച ഞങ്ങൾ ഒരുമിച്ച് നടത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെയാണ് പോകണ്ടെന്ന് പറഞ്ഞു, ഇവിടെ നടന്നാൽ മതി. പിന്നെ അതിനുശേഷം സമയം മാറി. എനിക്ക് ഇഷ്ടമുള്ളപ്പം നടക്കും, പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളപ്പം നടക്കും, അങ്ങനെയാണ്. പിന്നീട് ആയപ്പോൾ 9-ാം മാസമൊക്കെ ആയപ്പോൾ നടത്തും ഏത് വഴിക്ക് നടക്കാനൊന്നും വയ്യ. ഇപ്പം തന്നെ ഭയങ്കര വീഡിയോ നിർത്തി പോസ് ചെയ്താണ് എടുക്കുക. കാരണം ഞങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പ് ഇരിക്കാൻ പറ്റില്ല. കിതപ്പ്, ചൂട്, ഇതൊക്കെ ഉണ്ട്. കാല് മരവിക്കൽ, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. 7-ാം മാസം ഫസ്റ്റ് 7-ാം മാസത്തിൻ്റെ കാര്യം എൻ്റേത് പറയുകയാണെങ്കിൽ എനിക്ക് ആ ടൈമിൽ എക്സാം ഒക്കെ ഉണ്ടായിരുന്ന ടൈമായിരുന്നു. എനിക്ക് എക്സാമിന് പോകണം, അസൈൻമെൻറ്റ്സ് എഴുതണം, അങ്ങനത്തെ സമയമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ സമയം 7-ാം മാസം എനിക്ക് പെട്ടെന്ന് അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ടൈമിൽ എക്സാം ആയിരുന്നു, അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ പോയി. അങ്ങനെ 7-ാം മാസം എനിക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റി. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണം. ഇവിടെ വന്നപ്പോൾ പിന്നെ 8-ാം മാസം തുടങ്ങിയല്ലോ. 8-ാം മാസം തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് നല്ല പെട്ടെന്നാണ് വയറ് പെട്ടെന്ന് വരുന്നു. അതേപോലെ തന്നെ 7-ാം മാസം വരെ എനിക്ക് സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലായിരുന്നു. 7 കംപ്ലീറ്റ് ആവണല്ലോ, 8 തുടങ്ങുന്നവരില്ല. 8 പകുതിയായപ്പം എവിടെ നിന്നാണെന്ന് അറിഞ്ഞൂടെ ഒരു സ്ട്രെച്ച് മാർക്ക് വന്നു. അത് പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഇപ്പം നല്ല രീതിക്കുണ്ട്. ഇവർക്ക് അങ്ങനെയില്ല, എനിക്ക് നല്ല രീതിക്ക് സ്ട്രെച്ച് മാർക്കുണ്ട്, നല്ല ചൊറിച്ചിലും ഉണ്ട്. കാര്യം വെച്ചാൽ ഇവർക്ക് വയർ അത്രയും സ്ട്രെച്ച് ആവുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് പക്ഷെ വയറ് അന്നും ഇന്നും എല്ലാം ഒരേപോലെ വന്നിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് 8-ാം മാസത്തിന് ശേഷമാണ് വയറ് കൊണ്ട് ഒരു ചെറിയൊരു ഇരിക്കുമ്പോൾ മടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വയറ്റിങ്ങനെ തട്ടുന്ന പോലെ അങ്ങനെയൊക്കെ. എനിക്ക് ആദ്യം വന്ന ആ ഒരു സമയമൊന്നും കുഴപ്പമില്ല. പിന്നീടായപ്പോൾ എനിക്ക് ഒട്ടും വയ്യാതെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അത് കഴിയുമ്പോൾ എനിക്ക് വെപ്രാളമൊക്കെ തുടങ്ങും. ഞാൻ പിന്നെ ഇരിക്കും, അങ്ങനെയൊക്കെയാണ്. എനിക്ക് സ്ട്രെച്ച് മാർക്കൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വയ്യ. ഞാൻ ഒരു 5 മാസം എൻ്റെ 5-ാം മാസത്തെ ചടങ്ങിലായിരുന്നു എനിക്ക് ഭയങ്കര ഗ്ലോ ഒക്കെ ആയിരുന്നു. 5-ാം മാസത്തിൻ്റെ ചടങ്ങിൽ 7 വരെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ പക്ഷേ പെട്ടെന്ന് ഒരു 8 ഒക്കെ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് ഡള്ളായി. എനിക്ക് അതേപോലെ തന്നെ കഴുത്ത് എനിക്ക് കറുപ്പൊക്കെ വന്നു. ഇവക്കും അതേപോലെ തന്നെ കഴുത്തിൽ കറുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഞാനും ഒരു 5-ന് മുമ്പ് ഇവിടെ 7 മാസം നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഇതിലൊക്കെ. മേക്കപ്പ് ഇട്ടത് 5-ാം മാസം വരെ എനിക്ക് നാച്ചുറലായിട്ട് ഒരു ഇത് വരുമല്ലോ, ഗ്ലോ വരുമല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ ആയപ്പം ഞാൻ ഫുള്ളായിട്ട് എനിക്ക് മുഖക്കുരുവൊക്കെ വരാൻ തുടങ്ങി, കറക്കാൻ തുടങ്ങി. പിന്നെ കഴുത്തിപ്പോൾ പറയണ്ട നല്ല. എനിക്ക് പക്ഷെ ഇപ്പം ഒരാഴ്ച ഇവിടെ ഒരു കുരു, ഞാൻ ആലോചിച്ചെന്താ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കുരു വന്നേന്ന്. പിന്നെ ഇപ്പോഴത്തെ ക്രേവിങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ക്രേവിങ്സ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലും വേണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു, പൊതിച്ചോറ് കഴിക്കാൻ അതിങ്ങനെ എനിക്ക് തന്നെ ആഗ്രഹം തോന്നി ഞാൻ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അങ്ങനെ അല്ലാതെ എനിക്ക് ക്രേവിങ്സ് അത് വേണം ഇത് വേണമെന്നൊന്നുമില്ലായിരുന്നു. പക്ഷെ ക്രേവിങ്സ് ഉണ്ടായിരുന്നത് വേറൊരാൾക്കാണ്. അവർക്കത് ക്രേവിങ്സ് ആണോ ആക്രാന്തമാണോ ഒന്നും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഇതായിരുന്നു. അത് കാരണം എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര സ്വീറ്റ് കഴിക്കണം, ഐസ്ക്രീം കഴിക്കണം, കേക്ക് കഴിക്കണം, ചോക്ലേറ്റ് കഴിക്കണം, ബട്ടർ ബണ്ണ് കഴിക്കണം, ലഡു കഴിക്കണം. ആർക്ക് വെളിയിൽ പോകണമെന്ന് പറയുമ്പോഴേ നമുക്ക് ഓരോന്ന് തുടങ്ങും. എനിക്കിപ്പം ഏരിയുള്ള ഒന്നും വായിക്കാത്ത കൊണ്ട് താല്പര്യമില്ല, ഫുൾ മധുരം. പക്ഷെ ദൈവം സഹായിച്ചു ഷുഗറൊന്നുമില്ല എന്ന് വെച്ചാൽ ഇനിയിപ്പം വന്നൂടാന്നില്ല. അതുകൊണ്ട് മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ കഴിക്കും. പക്ഷെ എനിക്ക് ഫുൾ ക്രേവിങ്സ് സ്വീറ്റാണ്. ഇപ്പോൾ ആരെങ്കിലും പോകുന്നെങ്കിൽ തന്നെ അവൾ പറയുന്ന മുട്ടായി, അതേപോലെ തന്നെ
ഐസ്ക്രീം. പിന്നെ അവൾക്ക് ഉണ്ടാകുന്നത് ചില്ലി ചിക്കൻ കഴിക്കണം. അതങ്ങനെ പറയുന്നതായിട്ട് കൊച്ചിച്ച വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അവൾക്ക് ചില്ലി ചിക്കൻ കഴിക്കണം. ഇപ്പോഴും അവൾക്ക് ക്രേവിങ്സ് മാറിയിട്ടില്ല. വീട്ടിലുണ്ടാക്കി കഴിച്ചാലേ അവൾക്ക് ആ ഒരു ക്രേവിങ്സ് മാറുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ക്രേവിങ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ഇപ്പോൾ എനിക്ക് വന്ന് എനിക്ക് ബിരിയാണി എനിക്ക് താല്പര്യമില്ല, മന്തി താല്പര്യമില്ല, ചിക്കൻ കറി താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ കാരണം എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉള്ള പോലത്തെ ഒരു ചെറിയൊരു ഇത് ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഈ സംഭവം മന്തി ഇടയ്ക്ക് കുഞ്ഞമ്മയും കൊച്ചിനും കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കഴിച്ചില്ല. വാങ്ങിച്ചുള്ളത് എനിക്ക് മന്തി എനിക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ബിരിയാണി അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പൊറോട്ടയ്ക്ക് കഴിക്കണം, ചപ്പാത്തി പൊറോട്ട. അതുകൊണ്ട് അവൾ ചിന്തിച്ചതിന് ഇപ്പം നമ്മൾ തേർഡ് ട്രൈമസ്റ്റർ പൊറോട്ടയെ അങ്ങനെ കഴിച്ചിട്ടില്ല. അതും ചില്ലി ചിക്കൻ ഇതൊക്കെ കഴിക്കാൻ ഒരു ക്രേവിങ്സ് ഉണ്ട്. അല്ലാതെ കറിയൊന്നും താല്പര്യമില്ല. ഫുഡ് എനിക്കിപ്പോൾ എൻ്റെ കാര്യം പറയുന്നത്, എനിക്കിപ്പോൾ ലാസ്റ്റ് സമയം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമായപ്പോൾ എനിക്ക് ഭയങ്കര ഛർദ്ദിൽ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അത്രയല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് രാവിലെ ഇപ്പോൾ ഞാൻ ഛർദ്ദിക്കുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് എനിക്ക് അങ്ങനെ, എനിക്ക് നല്ല രീതിയിൽ ഛർദ്ദിലുണ്ട്. കഴിക്കുന്നത് ഞാൻ ഛർദ്ദിച്ച് കളയുന്നുണ്ട്. പിന്നെ ഫുഡ് ഇപ്പോൾ രാവിലെ അത്ര കഴിക്കാനായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ എനിക്ക് രാവിലെ അത്ര ഒരുപാട് കഴിക്കുന്നത്, ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നുണ്ട്, രാത്രി ആയാലും ചെറിയൊരു മടുപ്പുണ്ട്. കഴിക്കുന്നില്ല എന്നല്ല, എല്ലാം കഴിക്കുന്നുണ്ട്, ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നമ്മൾ ആ ഫുഡ് നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്ന ആ ഇത് കുറഞ്ഞു. ഞാൻ കഴിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിന് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് ചിന്തിച്ചിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത്. പിന്നെ ഞാൻ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കുടിച്ചതിൻ്റെ അത്രയും വെള്ളമൊന്നും കുടിക്കുന്നില്ല ഇപ്പോൾ. അതിൻ്റെ ഇത് എനിക്ക് കാണാനും ഉണ്ടായിരുന്നു. എനിക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെയാണ്. അങ്ങനെ അതിപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ വെള്ളമൊക്കെ ഇത്തിരി സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഈ തേർഡ് ട്രൈമസ്റ്ററിലുള്ള കുറച്ച് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ കാലിൽ നീര് വന്നു. 8-ാം മാസം കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയ രീതിയിൽ നീര്. അമ്മയൊക്കെ പറയുന്നത് അമ്മയ്ക്കൊക്കെ ഇങ്ങനെ മെത്ത പോലെയാണ് ഇരുന്നത്, അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് നീരേ ഇല്ല. എനിക്ക് ചെറിയ രീതിയിൽ നീര് വന്നിട്ടുണ്ട്. പിന്നെ ഈ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. പിന്നെ വേറെ നെഞ്ചരിച്ചിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്കുണ്ട്. പിന്നെ ഡോക്ടർ ഒരു ഗുളിക പറഞ്ഞു, പക്ഷേ അത് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ആ സമയത്ത് നെഞ്ചരിച്ചില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നെഞ്ചരിച്ചിലിനുള്ള ഗുളിക കഴിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്കുണ്ട്. എങ്കിലും ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഓക്കെ ആക്കി വിടുന്നതാണ്. പിന്നെ ഇപ്പം സ്ഥിരമായിട്ട് പാല് കുടിക്കുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾ ഈ തേർഡ് ട്രൈമസ്റ്ററിൽ ജങ്ക് ഫുഡ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഫുഡ് അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡൊന്നും അങ്ങനെ അധികം കഴിക്കുന്നില്ല. പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒരുപാട് ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കി തന്നെ കഴിക്കുന്നുണ്ട്. ഇപ്പം തേർഡ് ട്രൈമസ്റ്ററിൽ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞങ്ങൾ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കും. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കാലിലൊരു തണുപ്പും കോച്ചിപ്പിടുത്തമാണ്. എനിക്കൊരു ഇടയ്ക്കേ ഉള്ളൂ. ഇപ്പം എനിക്ക് അങ്ങനെ ഇല്ല. ഇവളെന്നും ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അമ്മയെ വിളിക്കും എണീപ്പിക്കാനായിട്ട്. കാല് ഭയങ്കര പ്രശ്നമാണ്. അതേപോലെ തന്നെ എനിക്ക് പെൽവിക്കിൻ്റെ ഏരിയയിൽ ഭയങ്കര പെയിനുണ്ട്. നല്ല രണ്ട് സൈഡിലും ഈ നമ്മുടെ ഹിപ്പും പെൽവിക് ഏരിയ ഭയങ്കര പെയിനാണ്. അത് കാല് എടുത്ത് തിരിച്ച് കിടക്കുമ്പോഴും എണീറ്റ് വരുമ്പോഴും ബെഡിൽ നിന്ന് എനിക്ക് കിടന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഭയങ്കര വേദന. എനിക്കൊരു 7-ാം മാസമായപ്പോൾ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ 9 മാസം ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വേദന. എണീറ്റ് നടക്കും, കുറച്ച് നേരം ബെഡിൽ കിടന്നിട്ട് എണീക്കുമ്പോൾ കുറച്ച് മുണ്ടിയാണ് നടക്കുന്നത്. അത് നല്ല പെയിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാല് പെട്ടെന്ന് തണുപ്പ് കയറി ഭയങ്കരമായിട്ട് മസിൽ ഇതാകുന്നുണ്ട്. അതൊക്കെ ഭയങ്കര വേദനയാണ്, ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എനിക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തേർഡ് ട്രൈമസ്റ്ററിലാണ് എനിക്ക് സ്ട്രെച്ച് മാർക്ക് വന്നത്. പിന്നെ കഴുത്തൊക്കെ നന്നായിട്ട് കറുത്തു. പിന്നെ എന്നാ തോന്നുന്നു നീരൊന്നുമില്ല, വേറെ നീരും കാര്യങ്ങളും നീരും ഇതൊന്നുമില്ല. എനിക്ക് ഈ പെൽവിക് ഏരിയയിൽ നല്ല പെയിൻ, എനിക്കത് നല്ല ഇഷ്യൂ ആണ്. അതിൽ പെയിനുണ്ട്. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ അത് കുഞ്ഞിൻ്റെ പ്രഷർ കാരണമായിരിക്കും. ചെറിയ രീതിയിൽ കുളിക്കാനുള്ള മടിയും വന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്രഷർ കാരണമായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല, വേറെ പേടിക്കാവുന്നില്ല. അവിടെയൊക്കെ മസിലൊക്കെ ലൂസ് ആവുന്നതുകൊണ്ടായിരിക്കും, പെൽവിക് അല്ല ആവുന്നതുകൊണ്ടായിരിക്കും എന്നല്ല, അങ്ങനെയാണ് ഇത് പെയിൻ വരുന്നത്. അത് മിക്കവർക്കും വരും എന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് അടിവയറ് ഭയങ്കര വേദനയുണ്ട് ഇടയ്ക്ക് പീരീഡ്സിൻ്റെ പെയിൻ വരും. ഇപ്പോൾ 9 മന്ത് കഴിയാറായി. അപ്പം പീരീഡ്സിൻ്റെ ഈ പെയിൻ പോലെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര കിതപ്പും പിന്നെ ശ്വാസം മുട്ടലും. കാരണം എൻ്റെ വയറ് നല്ലതായിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോഴൊക്കെ വയറ് ഈ നെഞ്ചുമായിട്ട് ഭയങ്കരമായിട്ട് ടൈറ്റ് ആകുന്നു. അപ്പം നല്ല ശ്വാസം മുട്ടലും കിതപ്പും ഒക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ചൂടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ബോഡി എപ്പോഴും ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതെന്താണെന്ന് പറഞ്ഞാൽ എത്ര ഫാൻ ഇട്ടാലും എത്ര മഴ പെയ്താലും എൻ്റെ ബോഡി ഹീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അത് എനിക്ക് മുമ്പ് ഇത്രയും വലിയ പ്രശ്നമില്ല. അതെനിക്ക് പ്രഗ്നൻ്റ് ആയ പിന്നെ ഭയങ്കര ബോഡി ഹീറ്റ് ആവാൻ തുടങ്ങി. എപ്പോഴും ചൂട് വേർത്താണ് ഇരിക്കുന്നത്.
ഇത്രയാണ് എൻ്റെ പ്രശ്നം. എനിക്ക് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ 7 പിന്നെ കുഴപ്പമില്ല, 8ഉം 9ഉം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പക്ഷെ പറയുകയാണെങ്കിൽ എനിക്ക് 9 തുടങ്ങിയതിന് ശേഷമാണ് തോന്നുന്നത് ഇത്രയും ബുദ്ധിമുട്ട് എനിക്കുള്ളത്. എനിക്ക് കിടന്നിട്ട് സൈഡിൽ തിരിഞ്ഞ് കിടക്കാനൊന്നും വയ്യ, പിന്നെ ഉറക്കമില്ല എനിക്ക്. ഇവളും ഇപ്പോൾ ഉറങ്ങുമ്പോൾ 12 മണി അടുപ്പിച്ചാവും. പക്ഷെ പിന്നെ മറ്റേ യൂറിൻ്റെ ഭയങ്കരമായിട്ട് ഞാൻ മുമ്പെന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയപ്പോൾ ഈ 5 മാസം വരെയും ഞാൻ രാത്രി കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കുള്ളൂ. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് അങ്ങനെ ഞാൻ യൂറിൻ പോകാൻ വേണ്ടി എണീക്കുകയില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നത് ഇവിടെ മീൻസ് ഒരു 8 മാസം തുടങ്ങിയ പിന്നെ എപ്പോഴും എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 3-4 വട്ടമെങ്കിലും എണീറ്റ് പോകും. പിന്നെ ഉള്ളത് ഗ്യാസിൻ്റെ പ്രോബ്ലം. എനിക്ക് നല്ല രീതിക്കുണ്ട് എപ്പോഴും ഗ്യാസിൻ്റെ ഇഷ്യൂ. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ കൂടെ തന്നെ ഈ യൂറിൻ എപ്പോഴും അത് കുഞ്ഞിങ്ങനെ ഉരുണ്ടിങ്ങനെ വരുമ്പോൾ അവിടെ നല്ല പ്രഷർ പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉടനെ ഇങ്ങനെ യൂറിൻ ഇങ്ങനെ ഇരുന്ന് നമ്മൾ പെട്ടെന്ന് പോകണം ചെയ്യും. പക്ഷെ പോകുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ 1 മണിക്കൂർ ഇടവിട്ട് പോവുകയാണ്. അപ്പോൾ അത്രയൊന്നും പോകാൻ കാണൂല. പക്ഷെ നമുക്ക് ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഓടിപ്പോയി ഒഴിക്കേണ്ട അത്ര ഒരുപാട് എന്താ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും, കുറേ ഒഴിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത്രയൊന്നും ഇല്ല. ഓക്കെ, ഇത് മാറ്റി വെച്ചു. ഓക്കെ, എനിക്കും ഇതേപോലെ തന്നെയാണ്. ഉറക്കമില്ല. അതേപോലെ തന്നെ ഞാൻ 12 മണിക്ക്, 1:30-ക്ക്, 3:30-ക്ക്, 4:30-ക്ക്, 5:30-ക്ക് ഇതൊക്കെയാണ് ഞാൻ ബാത്റൂം പോകാൻ നിൽക്കുന്നത്. എനിക്ക് 1 മണിക്കൂർ ഇടവിട്ട് ഇത് തന്നെയാണ് ജോലി. ഈ സമയത്തൊക്കെ പോകുമ്പോൾ ഇവളുടെ കിടപ്പാണ് എനിക്ക് പറ്റാത്തത്. ഇവള് പ്രഗ്നൻസി പില്ലോയും വെച്ചാണ് കിടക്കുന്നത്. എന്നിട്ട് ഇവിടെ ഞാൻ നേരെയാണ് കിടക്കുന്നത്. ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഞാൻ വലിച്ചിട്ടിട്ടാണ് പോകുന്നത്. സ്ട്രെയിറ്റ് അല്ല കിടക്കുന്നത്. അവളുടെ തല എല്ലാം സ്ട്രൈറ്റും വയറ് മാത്രം ഇങ്ങനെ ഒരു സൈഡിലാണ് കിടക്കണം. കാരണം ബാക്കിൽ ഇതിന്റെ പ്രഗ്നൻസി പില്ലോടെ സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ട് നേരെയല്ല കിടക്കും. ഇത്ര ഒരു ചെറിയ രീതിയിൽ ഒന്ന് ശരിക്കും. കാരണം എനിക്ക് നടു നല്ല പെയിൻ. പക്ഷെ എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഇത്രയും ചെറിയ വയറായിരുന്നിട്ട് ഇവിടെ എനിക്ക് നേരെ കിടക്കുമ്പോൾ എനിക്ക് വെപ്രാളം വരും. ഇവളെങ്ങനെ അങ്ങനെ കിടക്കുന്നത് അറിഞ്ഞൂടാ. അപ്പോൾ ചിലപ്പോൾ അവൾ പറഞ്ഞാൽ ശരിയായിരിക്കും, സൈഡ് തിരിഞ്ഞായിരിക്കും അവൾ കിടക്കുന്നത്. പക്ഷെ കാണുമ്പോൾ ഞാൻ ഓരോ വട്ടം പോകുമ്പോൾ വലിച്ചിങ്ങനെ ഇടും, ഒരു സൈഡിലോട്ട് തിരിച്ചിടാനൊക്കെ നോക്കും. പിന്നെ എനിക്ക് 7 മണിക്ക് ശേഷം എന്തായാലും ഉറക്കമില്ല. 6:30 ആകുമ്പോൾ ഞാൻ എണീക്കും. പക്ഷെ നല്ല വൃത്തി ഇവിടെ ഒരാൾ അതിന് രാവിലെ അതിന് വേണ്ടി ഉറങ്ങുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒരു 8-9 മണിയാകുമ്പോൾ 9 മണിയാവുന്നതിന് മുമ്പ് ഇവിടെ ഒരാൾ എന്നെ എണീപ്പിക്കും. അതുകൊണ്ട് ഞാൻ എണീക്കണം. അല്ലെങ്കിൽ 9-9:30 വരെ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ എണീക്കുമല്ലോ. ഞാൻ എന്നിട്ട് അവളെ വിളിക്കും. എന്തെങ്കിലും ഞങ്ങളിങ്ങനെ കഴിക്കാനോ കുടിക്കാനൊക്കെ ഞാൻ അപ്പോൾ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ അത്രയും നേരത്തെ രാത്രി അത്രയും നേരത്തെ കഴിച്ചിട്ട് കിടക്കുന്നതല്ലേ. അപ്പോൾ എനിക്ക് 12 മണി കഴിയാതെ എനിക്ക് ഉറക്കം വരുന്നില്ല. പിന്നെ ഞാൻ ഉറങ്ങി 12 മണിയാകുമ്പോൾ ഞാൻ ഫോൺ കുറച്ച് നേരം കണ്ടിട്ട് ഓഫ് ചെയ്യും. പിന്നെ ഉറങ്ങാൻ വേണം ഒരു 3/4 മണിക്കൂർ കിടന്ന് ഉറങ്ങാൻ. അപ്പോഴത്തേക്ക് 1 മണിയാവും. അപ്പോൾ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ബാത്റൂമിൽ പോവാൻ എണീക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇത്. പിന്നെ ഞാൻ കുറേ നേരം വന്ന് വീണ്ടും കിടക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ, ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഉറങ്ങണം. അപ്പോൾ ഡിസ്റ്റർബൻസ് ആയിട്ട് ഇങ്ങനെ ഉറക്കത്തിനൊരിത് വരുമ്പോൾ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ കിടന്നു പോകും. കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് കംഫർട്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നു. എനിക്ക് നൈറ്റി അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറ്റില്ല. അതേപോലെ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള നൈറ്റിയാണ്. എനിക്കിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ഇട്ടാൽ തന്നെ എനിക്ക് രാത്രി ആകുമ്പോൾ വെപ്രാളം പരവേശം കൊണ്ട് ഞാൻ വലിച്ചൊരു കളയും. എനിക്ക് നൈറ്റി ഇട്ടേ പറ്റുള്ളൂ. അതാണ് എനിക്ക് കംഫർട്ട്. പക്ഷേ ഇവളുടെ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് അവളെങ്ങനെ ഇടുന്നത് എനിക്ക് അറിഞ്ഞു. ഇവള് ബനിയനും ഇതെന്താ പാൻറ്റൊക്കെ ഇടും. പണ്ട് മുതലേ വീട്ടിൽ കല്യാണം കഴിയുന്നതിന് മുമ്പും അതിൽ ഇങ്ങനെ ടീഷർട്ടും പാൻസും ഒക്കെ ഇട്ടാണ്. അതാണ് ഇഷ്ടം. എനിക്ക് നൈറ്റി ഒന്നും ഇടുന്ന അത്ര ഇതില്ല. അപ്പം അത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ അവിടെ ഇടൂല. അവിടെ ചുരിദാറും ടോപ്പ് തന്നെ ഇട്ടു. പിന്നെ ടോപ്പൊക്കെ ടൈറ്റ് ആവാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇതുപോലത്തെ കഫ്താനിൻ്റെ ചേട്ടൻ വാങ്ങിച്ചു തന്നു. അപ്പം അവിടെ അതാണ് ഇടുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ നൈറ്റിയും അടിപ്പാവടയൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെടും. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ വീണ്ടും ഞാൻ ടീഷർട്ട് പാൻറ്റ് അതൊക്കെ ഇടാൻ തുടങ്ങി. എനിക്ക് നൈറ്റി അല്ലാതെ വേറെ ഒന്നും പറ്റൂല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് ഒട്ടും പറ്റൂല. ഞാൻ ഇപ്പോൾ ചുരിദാറിൻ്റെ ടോപ്പ് പാവാട എടുത്താൽ തന്നെ എനിക്ക് വെപ്രാളമാണ്. അത് ഏകദേശം നൈറ്റി പോലെ തന്നെയാണ്. പക്ഷേ എങ്കിലും എനിക്ക് ഒട്ടും കംഫർട്ടല്ല. എൻ്റെ കുഞ്ഞിനെ വരെ അറിയാൻ തോന്നുന്നു നൈറ്റി ഇട്ടാലും എനിക്ക് പറ്റുള്ളൂ. എനിക്ക് അങ്ങോട്ട് രാത്രി ആകുമ്പോൾ ഒരു ചൊറിച്ചിൽ വെപ്രാളം ഇതൊക്കെ തുടങ്ങും. അങ്ങനെയാണ്. 3rd ട്രൈമസ്റ്റർ ഫുള്ളായിട്ട് ബുദ്ധിമുട്ട് വയ്യായിക ഇത് തന്നെയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയുന്നത് ഈ സമയത്ത് തന്നെയായിരുന്നു നമ്മുടെ 7th മന്ത് സ്കാനിങ്ങും അതേപോലെ തന്നെ 9th മന്ത് സ്കാനിങ്ങും. 7th മന്ത് ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സഫാരി പൊസിഷനൊക്കെ എത്തി. എല്ലാം നോർമൽ തന്നെയായിരുന്നു. 9th മന്ത് സ്കാനിങ്ങിലും വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് 9 മന്ത് സ്കാനിങ് ആയപ്പോൾ അതുവരെ പ്ലാസൻ്റെ ആൻറ്റീരിയറായിരുന്നു. ഇപ്പം പ്ലാസൻ്റെ പോസ്റ്റീരിയർ. അത് കുട്ടി അറിഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുഞ്ഞ് ഭയങ്കര രീതിയിലുള്ള കിക്കിങ് അവർക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇവർക്ക് കിക്കിങ് അങ്ങനെയല്ല, കിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര വേദനയാണ്. എനിക്ക് നല്ല പെയിനായിട്ട്. കാരണം ഇങ്ങനെ
സൂചി പോലെ കുത്തും. കുറേ നേരം ഇങ്ങനെ തന്നെ നിൽക്കും, ഒരു സൈഡിലോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കുറേ നേരം നിൽക്കും. നമ്മൾ ആരെങ്കിലും പോയി പതുക്കെ ഇങ്ങനെ തട്ടിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ അകത്തോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ തന്നെ. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്നുണ്ട്. അമ്മ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ തള്ളിന്നിട്ട് ഇവളിങ്ങനെ അയ്യോ വേദനിക്കുന്ന പറയുമ്പോൾ അമ്മ പോയിട്ട് അയ്യോ മക്കളെ മിണ്ടായി അമ്മയ്ക്ക് വേദനിക്കുന്ന പറയുമ്പോൾ അത് കേട്ട് മിണ്ടാതെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പാവമാണ് കുട്ടി, പാവമാണ്. പിന്നെ അതേപോലെ തന്നെ ഇവളുടെ രീതിയിൽ ഭയങ്കരമായിട്ട് സഹകരിക്കുന്ന കുട്ടിയാണ്. ഇവൾ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല. വിശപ്പോ അങ്ങനെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ ഛർദിലോ അങ്ങനെ ഒന്നും അങ്ങനെ പോലും അവളെ ബുദ്ധിമുട്ടിക്കുന്ന അവളുടെ കുട്ടിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റീരിയർ ആയതിനു ശേഷം ഭയങ്കര രീതിയിൽ സ്ട്രെച്ച് മാർക്ക് വന്നതാണ് എനിക്ക് തോന്നുന്നത്. മുകളിലോട്ട് വരാൻ തുടങ്ങി. അതിനിപ്പോൾ എന്ത് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. റെഡ് കളർ കറുപ്പ് അങ്ങനത്തെ രീതിയിലൊക്കെ അവർക്ക് സ്ട്രെച്ച് മാർക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കറൻ്റ്ലി 39 വീക്സും ഇവളും 38 വീക്സുമാണ്. അപ്പോൾ ഞാൻ ഉടനെ 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് അഡ്മിഷനാണ്. എനിക്ക് ജൂലൈ 10-ാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ജൂലൈ 3-ന് ഞാൻ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോവുകയാണ്. ഇനി സത്യം പറഞ്ഞാൽ 2 ദിവസം കൂടിയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്മിഷന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ബ്ലഡ്, ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളും HIV ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി അതെല്ലാം ചെക്ക് ചെയ്ത് ECG കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ ഊരി വെച്ച് ഞാൻ ഇന്നായപ്പോൾ എൻ്റെ സെക്കൻഡ് എല്ലാം ഊരിയൊക്കെ റെഡിയാക്കി വെച്ചേക്കായിരുന്നു. എപ്പോൾ വേണോ വേദന വരാമെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ മനസ്സിങ്ങനെ പറയുന്നത് എനിക്കിപ്പോൾ ഉടനെ വേദന വരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് അതുപോലെ ഇപ്പം 2-3 ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഡള്ളാണ്. എനിക്ക് മുഖത്ത് എനിക്ക് ആ ഡൾനെസ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് നല്ല രീതിയിൽ വയറിൽ നല്ല രീതിയിൽ പ്രഷർ വരുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഉറക്കം ഒട്ടും പറ്റുന്നില്ല. അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ നമ്മൾ വാട്ടർ ബ്രേക്ക് ആയി അങ്ങനെ ഒരു തോന്നൽ എനിക്ക് എപ്പോഴും മനസ്സിൽ വരും. ഇനിയിപ്പം ഡേറ്റ് അടുക്കുന്നുകൊണ്ടാണോ എന്ന് അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് 3-ാം തീയതി അവർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. 10-ാം തീയതിയാണ് ഡേറ്റ്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ടായിരിക്കും വേദന വരുന്നതെന്ന് അമ്മ പറയുന്നത്. പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴൊക്കെ അവർക്കൊക്കെ ഈ ഡേറ്റ് പോയി അഡ്മിറ്റ് ആവാൻ പറയുന്നത് 2-3 ദിവസം മുമ്പ് ഒക്കെ പെയിൻ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യം അങ്ങനെയൊന്നും അല്ല. ചിലവർ അവിടെ പോയി അഡ്മിറ്റ് ആയതിനു ശേഷമാണ് പെയിനൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ക്രേവിങ്സ് ഉള്ള സാധനങ്ങളൊക്കെ തിന്നിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടും. അപ്പോൾ ഞങ്ങൾ നാളെ എനിക്ക് തോന്നുന്നു ഇനി 2 ദിവസം, നാളെ 30-ാം തീയതി, ജൂൺ 30-ആണ്, 1, 2 കൂടി ഉണ്ട്. 3-ാം തീയതി ഞാൻ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോകണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ 1-നും 2-ലൊക്കെ വേദന വരണമെന്നാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വയറ് ടൈറ്റ് ആവുന്നുണ്ട്. വേദന ഇവർക്ക് പക്ഷെ നല്ല നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പക്ഷെ നടുവേദന ഇല്ല. ഇടയ്ക്കൊരു വയറ് ഭയങ്കര രീതിയിലൊരു പെയിന്. അത് പറഞ്ഞ പോലെ തന്നെ പീരിയഡ്സിൻ്റെ ഒരു ചെറിയൊരു വേദനയൊക്കെ വരുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവുന്നുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ ഒട്ടും വയ്യ, ഇങ്ങനെ ഒരു ഇരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ വേദന എടുത്തോണ്ടിരിക്കുക. വയറിൻ്റെ ഭാഗത്തൊരു വേദന, നടുവേദന ഇപ്പോഴും എടുത്തോണ്ടിരിക്കും. പക്ഷെ അത് ഡെലിവറി ചെയ്തൊന്നുമല്ല, കാരണം പെട്ടെന്ന് പോകുന്നുണ്ട്, പിന്നെ വരണമില്ല, ഇടയ്ക്ക് മാത്രം. അതേപോലെ തന്നെ എനിക്ക് ഒരിക്കൽ പോലും ഇല്ലാത്ത ആക്റ്റീവായിട്ടാണ് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ഭയങ്കര രീതിയിൽ ആക്റ്റീവാണ് കുഞ്ഞ്. അപ്പോൾ എനിക്ക് ഭയങ്കര രീതിയിൽ ഇത്രയും ഞാൻ ആക്റ്റീവായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ ആക്റ്റീവാണ്. അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു ഉടനെ ആവും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ 3rd ട്രൈമസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ട്രാവലിംഗ് ഒക്കെ വളരെ കുറവാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെയാണ് ട്രാവലിംഗ്, അല്ലാതെ കുറവ് തന്നെയാണ്. ഇപ്പം ഒട്ടും വീട്ടിൽ നിന്ന് വിടാറില്ല, അങ്ങനെ പുറത്തൊന്നും അങ്ങനെ പോകാറൊന്നുമില്ല. പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 38 ആഴ്ച, ഇനി രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ 38 ആഴ്ച കംപ്ലീറ്റ് ആവും. 38 ആഴ്ച കംപ്ലീറ്റ് ആവും. ഇവർക്ക് 2 ദിവസം കൂടെ കഴിയുമ്പോൾ 39 ആഴ്ച കംപ്ലീറ്റ് ആയി. ഞാൻ 40-ലോട്ട് പോവുകയാണ്, ഇവള് 39-ലോട്ട് പോവുകയാണ്. അപ്പം ഇവർക്ക് 3-ാം തീയതി അഡ്മിഷനാണ്. എനിക്ക് 14-ാം തീയതിയാണ് അഡ്മിഷൻ പറഞ്ഞിരിക്കുന്നത്. ഉള്ളത് അടുത്ത വേഴം എൻ്റെത് അടുത്ത തിങ്കൾ ആണ് അഡ്മിഷൻ പറഞ്ഞേക്കണം. അപ്പം അതിനു മുമ്പ് ഇവർക്ക് ലാസ്റ്റ് റൗണ്ട് ചെക്കപ്പ് ECG ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതെനിക്ക് 3-ാം തീയതിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അഡ്മിഷൻ ആക്കാൻ പോകുന്ന ആ ദിവസം തന്നെ ഞാൻ കൂടെ പോയി ഇതൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അഡ്മിഷന് പോയാൽ മതി. പിന്നെ നെക്സ്റ്റ് മൺഡേ പോയാൽ മതി. അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോയാൽ മതി. അപ്പം അതിന് മുമ്പേ ഒരു കുഞ്ഞുവാവ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് മുമ്പ് ഇവള് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. എൻ്റെ കൃത്യ ഡേറ്റ് 17-നാണ്. അപ്പം എന്നെ 3 ദിവസം മുൻപാണ് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞത്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, ഇവർക്ക് ഒരാഴ്ച മുമ്പ് അഡ്മിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കൊരു ഇതുണ്ട്, ഈ 14-ന് മുമ്പ് പെയിൻ വരുമോയെന്ന് എനിക്കൊരു പേടിയെന്നല്ല, ഉള്ളിലൊരു തോന്നല്. എൻ്റെ മനസ്സ് പറയുന്നത് എനിക്ക് ചിലപ്പോൾ 2-ാം തീയതിയൊക്കെ ആകുമ്പോൾ പെയിൻ വരും എന്നൊക്കെ എൻ്റെ മനസ്സ് പറയുന്നു. 1-നോ 2-നോ ഒക്കെ വരുമെന്ന് മനസ്സ് പറയുന്നു. കുറേ നേരത്തെയാണ് എനിക്കിപ്പോൾ 10-ാം തീയതിയാണ് ഡേറ്റ്, പക്ഷേ എനിക്ക് 3-ാം തീയതി പിന്നെ ഒരാഴ്ച കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നതെന്ന് വെച്ചാൽ 3-ാം തീയതി വന്ന് നമുക്ക് അഡ്മിറ്റ് ആവാം, 7 വരെ നമുക്ക് നാച്ചുറലി പെയിൻ വരുന്നോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു പകുതി ഇത് പോയി എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് എൻ്റെ ഇതെന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക്
കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യാനും ഇത് ചെയ്യാനൊക്കെ. വേദന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി പ്രസവിച്ചിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് വരാമല്ലോ എന്നുള്ളതാണ്. പിന്നെ ആ കാര്യങ്ങളൊക്കെ, ആ ഫോർമാലിറ്റീസൊക്കെ നമ്മുടെ വീട്ടിലുള്ളവർ പുറത്തുനിന്ന് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. കുറേ നേരം ഈ ടോക്കൺ എടുത്തൊക്കെ ഇരിക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 2 പ്രാവശ്യം കൊണ്ടാണ് ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തുകൊണ്ടാണ് പിന്നെ 25, 19 അങ്ങനത്തെ രീതിയിലൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ടോക്കൺ അനുസരിച്ചാണ് അവിടെ ചെയ്യുന്നതുകൊണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ടോക്കൺ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 150 അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഇത്തിരി വേദന വന്ന് പോയാൽ മതി എന്നൊക്കെയാണ് ഉള്ളത്. നമുക്ക് നോക്കാം, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, നമുക്ക് നോക്കാം. കുറച്ച് ദിവസങ്ങൾ ഇവർക്ക് ഒരാഴ്ച പോലും ഇല്ല. പക്ഷെ എനിക്കുണ്ട് ഒരാഴ്ചയുണ്ട്. പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഒരു സാധനം അവസാനിക്കാൻ പോകുന്നു. മിസ് ചെയ്യും സത്യമായിട്ട്, കുറച്ച് മിസ്സിംഗ് ആണ്. എങ്കിലും പക്ഷെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആലോചിക്കുമ്പോൾ ഒരു മിസ്സിംഗും ഇല്ല. പിന്നെ ഈ നമ്മുടെ ബമ്പിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും നമ്മള് ഇങ്ങനെ അനങ്ങുന്നത് നോക്കുന്നതൊക്കെ ഞങ്ങൾ മിസ് ചെയ്യും. അപ്പോൾ ഇത് തീരാറായി എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. എന്നാലും വാവയെ കാണാമല്ലോ എന്ന് ആലോചിക്കും സന്തോഷമുണ്ട്. അപ്പം ഹാപ്പി തന്നെയാണ്. ഇനി എത്രയും പെട്ടെന്ന് വാവയൊക്കെ കൈ കിട്ടണം, ഹെൽത്തിയായിട്ട് 2 വാവയും കൈ കിട്ടണം എന്ന്. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു, നമ്മൾ ഭയങ്കര ലക്കിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 പേർക്കും പരസ്പരം ഈ ടൈമിൽ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആ കുഞ്ഞുങ്ങളെ ഒരേപോലെ നോക്കാം. ബേബീസിനെ പോലെ ആയിരിക്കും നമ്മളിപ്പോൾ കൊണ്ടുവരുമ്പോൾ തന്നെ. അപ്പം 2 പേരെ ഒരുമിച്ച് കിടത്തി കളിപ്പിക്കുക. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് കൂടും. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പ്രഗ്നന്റ് ആണ്, എനിക്ക് ഇത്രയും ഇവളുടെ കൂടെ നിൽക്കാൻ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അവളുടെ കൂടെ ഇത്രയും നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ആ ഒരു സമയത്ത് വന്ന് നിൽക്കുമായിരിക്കും. അല്ലാതെ അവൾ 3 മാസം ഇവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ലക്കി ആണ്. നമ്മൾ അമ്മയ്ക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും കൂടി അമ്മയ്ക്കും അച്ഛനൊക്കെ ആ സമയത്ത് 2 കുഞ്ഞുങ്ങളെ എടുത്ത് ഇങ്ങനെ വെച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഒക്കെ ഞങ്ങൾ ഈ ഒരു ടൈം, ഈ ഒരു മൊമെന്റ് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, ഒരുമിച്ചൊരു പ്രഗ്നൻസി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ എന്റെ കല്യാണം കഴിഞ്ഞു, എന്റെ കുഞ്ഞൊക്കെ ആകുമ്പോൾ അവൾ ഇവിടെ ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ആ ടൈമിലൊക്കെ പറയായിരുന്നു കുഞ്ഞാവ വരുമ്പോൾ ഞാൻ വന്ന് നിൽക്കാം, നോക്കാം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞങ്ങൾ ഇന്നേ വരെ, ഞങ്ങൾ കല്യാണത്തിനും ഇവിടെ കല്യാണത്തിന് മുമ്പായിരുന്നാലും നമ്മൾ പ്ലാൻ ചെയ്യും, ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്നൊക്കെ. കല്യാണത്തിന് എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും എന്നൊക്കെയാണ്. പിന്നെ ഇവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇനി പ്രസവിക്കാൻ വരുമ്പോൾ ഇവിടെ വന്ന് നിൽക്കാമെന്നാണ്. പിന്നീടായപ്പോൾ 2 പേരും പെട്ടെന്ന് 2 പേരും പ്രഗ്നന്റ് ആയി. ജസ്റ്റ് 1 വീക്കിന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പം പക്ഷേ ചിലത് നല്ല, എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത്. കാരണം അവൾ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് അവളെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സപ്പോർട്ട്. അതല്ല എൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ അവൾക്ക് എനിക്ക് 3 ദിവസത്തിന് മുമ്പ് വേദന വരില്ലെന്നായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അവൾ അന്ന് ഓരോ കാര്യത്തിന് വേണ്ടി പോയില്ല. അപ്പം ഞാനും കൂടെ കൂട്ടുണ്ടല്ലോ എന്നുള്ള ഇതിലായിരിക്കും അവൾ നിൽക്കുന്നത്. അപ്പം എനിക്ക് അത് ഭയങ്കര ഒരിതാണ്. ഇനിയിപ്പോൾ വാവ വരുമ്പോൾ 2 പേരും കൂടെ കിടക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ രാത്രി സമയത്ത് മാത്രം ഇങ്ങനെ കിടന്നിട്ട് രാവിലെ ആകുമ്പോൾ 2 പേരും ഒരുമിച്ച് കൊണ്ട് കിടത്താം. അങ്ങനെ ഞങ്ങളുടെ വീട്ടുകാർക്ക് എന്തായാലും ട്വിൻ ബേബീസിനെ പോലെ തന്നെ ആയിരിക്കും. കാര്യം ഒരാഴ്ചത്തെ വ്യത്യാസമൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ട്വിൻസിനെ നോക്കുന്ന പോലെ തന്നെ ആയിരിക്കും നോക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഇവളുടെ കുഞ്ഞ് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ട് വരും, എൻ്റെ കുഞ്ഞ് പറഞ്ഞാൽ അവളെടുത്തു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തും. അതേപോലെ കുഞ്ഞുങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ റിലേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ 3 മാസം വരെ ഉണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോൾ പക്ഷേ ഭയങ്കര വിഷമമായിരിക്കും. അതിപ്പം ഇവർക്കായിരിക്കും, നമ്മളെ കുഞ്ഞുണ്ട്. ഇപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആയിരിക്കും ഭയങ്കര വിഷമം. അപ്പം അതൊന്നും ഇപ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ 2nd, 3rd ട്രൈമസ്റ്റർ. ഇത് ഒരുപാട് ലോങ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇനി സമയമില്ല എടുക്കാനായിട്ട്. എന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും, വയ്യായി കാരണം എടുക്കാതെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ കുറേ പേര് വിചാരിക്കാൻ നിങ്ങൾ വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് എന്താണെന്ന്. പക്ഷേ ഞങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച 2nd ഒരു വീഡിയോ ആയിട്ട് എടുക്കാം, 3rd ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നാണ്. പിന്നീട് ഇപ്പോൾ സമയത്തിൻ്റെ കാര്യവും അതേപോലെ തന്നെ എനിക്കൊട്ടും വയ്യ, എനിക്കും വയ്യ, അവക്കും വയ്യ. നേരെ ഇരിക്കാനൊന്നും വയ്യ, ഇപ്പോഴേ എത്രയോ നേരം ഇരിക്കുന്നത്. ചിലപ്പോൾ ഇതൊരു 1/4 മണിക്കൂറത്തെ വീഡിയോ ആയിരിക്കും. ഇതിനുവേണ്ടി ഞങ്ങൾ ഒരു 2-3 മണിക്കൂർ മുമ്പേ ഇങ്ങനെ ഇരുന്ന് വയ്യ, ഞങ്ങൾ കുറേ നേരം ബ്രേക്ക് ഇട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ 2 വീഡിയോ ആയിട്ട് എടുക്കുന്നതിനേക്കാളും ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ഒരുപാട് ലോങ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെങ്കിലും കുഴപ്പമില്ല. 2 പാർട്ടായിട്ട് ഞങ്ങൾ ഫസ്റ്റ് പാർട്ട് 2nd പാർട്ട് എന്ന് പറഞ്ഞിരുന്നതായിരിക്കും. പിന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞങ്ങൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ മുമ്പേ എല്ലാം ഇടണമെന്നാണ്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ മടിയും എല്ലാം കാരണം ഞാൻ എപ്പോൾ ഇടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു പ്രഗ്നൻസി ജേർണി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.